ഞാനിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. സോ ബിരിയാണി ആയിട്ട് വരുമോന്നൊന്നും അറിയില്ല, പക്ഷേ ലെറ്റ്സ് ട്രൈ. ഓക്കെ, ആദ്യം നമ്മൾ സംഭവങ്ങൾ കട്ട് ചെയ്യണം. ഉള്ളി, വെളുത്തുള്ളി, സാധനങ്ങൾ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് അരിയുടെ കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ആദ്യം തന്നെ ചോറാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചോറുണ്ടാക്കി നോക്കട്ടെ എന്താ അവസ്ഥ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കാം. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ് ഈ അരി. അടുപ്പിൽ കുക്കർ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ആശീർവാദിൻ്റെ നെയ്യ് ഒഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഭയങ്കര കട്ടി ഇതിന്. Come on. Come on. Okay, വീണിരിക്കുകയാണ്. കൈപ്പള്ളി കുറച്ചുകൂടി ഇടും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ, കുറച്ച് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളറാകുമ്പം എടുത്ത് മാറ്റുക. അടുത്തതായിട്ട് സെയിം എണ്ണയിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, അതിങ്ങനെ വീർത്ത് വന്നു കഴിഞ്ഞിട്ടാണ് എടുത്ത് മാറ്റി വെക്കുക. അടുത്തതായിട്ട് മുറിച്ചിട്ട ഉള്ളിയിൽ നിന്നും നേരിയ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ഞാൻ മുറിച്ചതായതുകൊണ്ട് ഇത്രയും എനിക്ക് നേരിയ കഷ്ണങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഈ ഒരു കളറാവുമ്പോൾ എടുത്തു മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കയ്യിലുള്ള എല്ലാ സ്പൈസസും ഇതിലേക്ക് അങ്ങോട്ട് ഇടാം. ഓക്കെ, അപ്പം 2 ഗ്രാമ്പു, 3 ഏലക്ക, 1 കഷ്ണം കറുവപ്പട്ട. ഇനി ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അങ്ങോട്ട് അറിയില്ല. മിക്സിൻ്റെ കൂടെ കിട്ടി, ഞാനതിടും. പിന്നെ ഒരു ബേ ലീഫ് അതുകൊണ്ട് ഇട്ട് കുറച്ച് ഇതൊന്ന് നൈസായിട്ട് കുക്കാകുന്ന വരെ വെക്കുക. സ്പൈസസ് ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി ഉണക്കി വെച്ച അരി എടുത്തിട്ടിടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം, ചൂട് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എത്ര വെള്ളം ഒഴിക്കണം പറയൂ? 3 ഗ്ലാസ്. ഇതെപ്പോഴും കണക്ക് തെറ്റുന്ന സംഭവമാണ്. ഇത്തവണ 3 ഗ്ലാസ് തന്നെയല്ലേ? 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഉപ്പ്, പിന്നെ കുറച്ച് പുളിനാരങ്ങയും കൂടി പിഴിഞ്ഞ് വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിനാരങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉപ്പ് ടേസ്റ്റ് നോക്കണം. ഒരു പൊടിക്ക് കൂടുതലായിട്ട് നിൽക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മൂടി എങ്ങനെ മൂടുകയാണ്. വിസിൽ ഞാൻ ഇടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടക്കിടക്ക് തുറന്നു നോക്കണ്ടേ എന്താ അവസ്ഥ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ നിന്നും പുകയൊക്കെ വരാൻ തുടങ്ങി. ഒട്ടും ക്ഷമയില്ലാത്തത് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനൊന്ന് തുറന്നു നോക്കാൻ പോവുകയാണ്. കുഴപ്പമില്ല, വെന്തോ എന്നൊക്കെ നോക്കാം. വേവാനൊന്നും ആയില്ല. വെള്ളമുണ്ടോ എന്നാണ് ആദ്യം. ഓ ഗാഡ്, ഓഹാ.
കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ വെന്തോട്ടെ. വീണ്ടും മൂടിയിട്ടു. ഇനി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം എന്താണ് അവസ്ഥ. ഞാൻ ഈ ഗ്യാപ്പിൽ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ജിഞ്ചർ ഫസ്റ്റ്, ഗാർലിക് സെക്കൻഡ്, ലിറ്റിൽ സ്പൈസി. എനിക്കിത് മൊത്തം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടിക്ക് പിടിക്കേണ്ട അറ്റത്തെത്തിയിരിക്കുകയാണ്. ഓ പൊഹ പൊഹ, എങ്ങനെ പൊഹ പോകും? ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അപ്പം അടിക്ക് പിടിക്കേണ്ട വക്കിൽ നിന്നും ഞാനിതിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത്. എപ്പോഴും ഉള്ള പരാതിയാണ്, എൻ്റെ ചോറിൽ നെയ്യ് ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ചധികം നെയ്യ് ഒഴിക്കട്ടെ ഇതിലേക്ക്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഞാനിതങ്ങോട്ട് മൂടി വെക്കുകയാണ്. ഇത്തവണ ഞാനിതിൽ മൂടിയിട്ട് വയ്ക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പുകയൊന്നും പുറത്ത് പോകാതെ കുറച്ച് ഇതിലിരുന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനി ബാക്കി വേവ് നമുക്ക് ദമ്മിടാം. ഓക്കെ, നമുക്കിനി ചിക്കനിലോട്ട് വരാം. ചിക്കൻ നമ്മൾ ഇന്നലെ തന്നെ വാങ്ങി കഴുകി ഉള്ള മസാലകളൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ആ പരിപാടി ഇന്ന് ചെയ്യണ്ട. എല്ലാം നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഗ്രേവിയുടെ പരിപാടി നോക്കാം. പാത്രം എടുത്തു. സോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അടിക്കുകയാണ്. കൊളസ്ട്രോൾ അത്രയൊക്കെ മതി. ഇതിലേക്ക് ഞാൻ എൻ്റെ സവാള സവാളയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇളക്കാം. അപ്പം ഗൈസ്, ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ കെട്ടിയവൻ എപ്പോഴും ഉള്ള പരാതിയാ, ഞാൻ ഉള്ളി വാട്ടിയാ അങ്ങോട്ട് വാടുന്നില്ല എന്ന്. ഓക്കെ, അത്യാവശ്യം വാണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ അടിക്ക് പിടിക്കാൻ തുടങ്ങി. ഇനിയും വഴറ്റിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഇത്രേ വഴറ്റുന്നുള്ളൂ. കേട്ടോ ചേട്ടാ. അപ്പം നമ്മൾ അതിലേക്ക് ഉണ്ടാക്കി വെച്ച പേസ്റ്റ്, എന്ത് പേസ്റ്റ് ആയിരുന്നു ഇത്? ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇടുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് മിക്സ് ചെയ്യാം, അല്ലെ ഇതൊക്കെ അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ സ്വന്തം തക്കാളി ചേർക്കുക. ഇപ്പോഴാ ഓർത്തത്, ആദ്യം തക്കാളി ചേർത്തിട്ടായിരുന്നു ഈ പേസ്റ്റ് ചേർക്കേണ്ടത്. ഇപ്പം തക്കാളി വരുമ്പോഴേക്കും അത് അടിക്ക് പിടിക്കുമെന്നാണ് എൻ്റെ പേടി. എനിവേസ്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കാരണവശാലും അടിക്ക് പിടിക്കാൻ സമ്മതിക്കരുത്. ഉള്ളിയേക്കാൾ കൂടുതലാണോ തക്കാളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് നന്നായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലിട്ടതിൽ നിന്നും കുറച്ച് തക്കാളി എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഒരു കരക്കെത്താൻ പോവുകയാണ്. എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ഇടണോ അതോ മാരിനേറ്റ് ചെയ്ത മസാല തന്നെ മതിയോ? കുറച്ചിട്ടേക്കാല്ലേ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇടാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, വളരെ കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല. നൗ മിക്സിങ്ങോട് മിക്സ്. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഹീറോ സാറിനെ ഇടേണ്ടത്. അങ്ങനെ നിക്ഷേപിക്കുക. ഇത് വേവോന്ന് ഡൗട്ടുള്ളത് കൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് വാങ്ങിയത്.
പീസുകളൊക്കെ ഇതിലേക്ക് ഇടുക. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇനി ഒരു 3/4 മണിക്കൂർ നേരം അതൊന്ന് കുക്കാവുന്ന വരെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചില്ലാക്കാം. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മുടെ കാറ്. അപ്പോൾ ഗൈസ്, ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുകയാണ്. അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് വരളണം. യെസ്, വരണ്ട് കിട്ടണം. ഓക്കെ, ഇതുകൊണ്ടേ നമ്മുടെ സ്വന്തം കാര്യം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. പ്രധാനപ്പെട്ട ഒരാളെ നമ്മൾ എത്തില്ല. ഈ സാറിനെ നമ്മൾ എത്തില്ല. നമ്മളിപ്പം ഈ മഹാനെ ഇതിലേക്ക് ഇടുകയാണ്. ശരി, കൂടി പോയോ? ഈ ബിരിയാണിയില് നമ്മുടെ മറ്റേ സാറ് ആര് കറിവേപ്പില ഇടുവോ? അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ ഭഗവാനെ. കറിവേപ്പില ഇടുവായിരിക്കും അല്ലേ? നമുക്ക് കുറച്ചല്ലി എടുത്ത് ഇടാം. എന്താ വെറുതെ കറിവേപ്പില ഇല്ലാതെ നമ്മളൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അല്ലേ? ഇത് കൂടി എന്നാണ് തോന്നുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, എന്തായാലും നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ആഹാ, എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുഴപ്പമില്ല, വേണേ കുറച്ചുകൂടി ഇടാം. കൊള്ളാം കേട്ടോ. അപ്പം ചിക്കൻ അത്യാവശ്യം വെന്തു. ഓൾ സെറ്റ്. ഇനി നമ്മൾ ദമ്മിടാം. മിക്സ് ചെയ്യാം ഫസ്റ്റ്, എന്നിട്ട് അതിന് ദമ്മിടാം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനങ്ങ് പരിപാടി സൈൻ ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു പരിപാടിയെ ഒരു കറി ഗ്രേവി അല്ല, മസാലേൻ്റെ പരിപാടി. ഇളകി വരട്ടെ. ഓക്കെ, സെറ്റ്. അങ്ങനെ ഒരു തുള്ളി നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ദമ്മിടേണ്ട പരിപാടിയിലേക്ക് പോകും. അപ്പം ഈ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചോറ് വിതറി കൊടുക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് ചോറ് വിതറി കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഗ്രേവി മസാല ഇട്ട് കൊടുക്കാം. ഓരോ സൈഡിലും ഓരോ പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈ പോകാം, വീണ്ടും പോകാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് വീണ്ടും ചോറിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ വാട്ടി വെച്ച ഉള്ളിയൊക്കെ ഇടുക. ഉള്ളി, കാഷ്യൂ, മറ്റേ വേറൊരു സാധനം കൂടി നമ്മളാക്കി വെച്ചില്ലായിരുന്നു,
അതൊക്കെ ഇടും. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ചിക്കൻ, നമ്മുടെ കാലും ബാക്കി പീസുകളും ഒക്കെ ഇട്ട് വെച്ചു. ഇനി ഫൈനലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയറായിട്ട് ബിരിയാണി സെറ്റ് ചെയ്തു. ഇനി ഇത് അടച്ചു വെക്കാം ടൈറ്റായിട്ട്. എന്നിട്ട് ഓക്കെ, ഇനി നമുക്കിത് ദമ്മിടണം. ദമ്മിടാൻ വേണ്ടി ഞാൻ തട്ടും പുറത്തുനിന്ന് പഴയ പേനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി ഞാനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ പാന് വെച്ച് ഗ്യാസ് കത്തിച്ച് ഇതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെയിറ്റുള്ള ഒരു സാധനം കൂടെ വയ്ക്കും. ഇതവിടെ നിൽക്കില്ലേ? യെസ്. ലെയറായിട്ട് വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ദം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യണം. ഈ ഗ്യാപ്പിൽ ക്ലീൻ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനിപ്പം ഒരു ഓർഡർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി. അകത്തേക്ക് വന്നപ്പോൾ ഡോറ് തുറന്നപ്പോൾ നല്ല സ്മെല്ല്. എനിക്ക് വയ്യ. അപ്പോൾ ഗൈസ്, നമ്മൾ ദം പൊട്ടിക്കുവാൻ പോവുകയാണ്. പുകയൊന്നുമില്ലേ? ഉണ്ട്. ലീക്കായിട്ട് പുകയൊക്കെ വരുന്നുണ്ട്. സൂപ്പർ. അപ്പോൾ ഗൈസ്, ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ലെറ്റ്സ് ടേസ്റ്റ് ഇറ്റ്. കഴിക്കാം. I am so excited. പീസൊക്കെ വെന്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. മൈൽഡായിട്ട് സൂപ്പറായിട്ടുള്ള ബിരിയാണിയാണ്. പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണിത്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. വൈകുന്നേരം എൻ്റെ കെട്ടിയോൻ വന്നിട്ടാകുമ്പോൾ അങ്ങനത്തെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാം. നല്ലത് മാത്രമേ പറയാവുള്ളൂ കേട്ടോ. എക്സ്പ്രഷൻസ് വരട്ടെ. എന്താ കേട്ടില്ല? നിർത്താൻ തോന്നില്ല. ബാക്കി